ബിസ്മില്ലാഹിർ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 3ാം ക്ലാസ്സിലെ താരീഖിലെ പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഓരോ ചോദ്യത്തിനും എന്തൊക്കെയാണ് ഉത്തരങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ശരിക്ക് ശരിയെന്നും തെറ്റിന് തെറ്റെന്നും അടയാളപ്പെടുത്താമെന്ന്. 5 മാർക്കാണ് മുഴുവൻ ഉത്തരം എഴുതിയാൽ കിട്ടുക. ഒന്നാമത്തെ ചോദ്യം, ആമിന ബീബിക്ക് രോഗം ബാധിച്ച സ്ഥലം മദീന അബവാ. ശരിയായ ഉത്തരം അബവാ എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, ഉമ്മ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സ് എത്ര? 10 വയസ്സ്, 6 വയസ്സ്. ശരിയായ ഉത്തരം 6 വയസ്സ് എന്നാണ്. മൂന്നാമത്, മരണപ്പെടുമ്പോൾ ആമിന ബീവിയുടെ വയസ്സ് എത്ര? 30 വയസ്സ്, 20 വയസ്സ്. ശരിയായ ഉത്തരം 20 എന്നാണ്. നാലാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീന്തൽ പഠിച്ച സ്ഥലം മക്ക, മദീന. ശരിയായ ഉത്തരം മദീന എന്നാണ്. അഞ്ചാമത്, മക്കയുടെ മറ്റൊരു പേര് മിന, ഉമ്മുൽ ഖുറ. ശരിയായ ഉത്തരം ഉമ്മുൽ ഖുറ എന്നാണ്. രണ്ടാമത്തത്, യോജിപ്പിക്കാം. ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗോത്രം ഏതാ? ഖുറൈശ് എന്നാണ് അതിൻ്റെ ശരിയായ ഉത്തരം. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം ഏതാ? ഹാഷിം എന്നാണ് ശരിയായ ഉത്തരം. 3, ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ ഭാര്യയുടെ കുടുംബം ഏതാ? ജുർഹും ആണ് അതിന് ശരിയായ ഉത്തരം. ആമിന ബീവിയുടെ കുടുംബം ഏതാ? ബനു സുഹറ എന്നാണ് അതിന് ശരിയായ ഉത്തരം. മൂന്നാമത്തത്, ബ്രാക്കറ്റിൽ നിന്ന് ശരി ഉത്തരം എഴുതാം. എന്തൊക്കെ ചോദ്യങ്ങൾ? 1, മദീനയിലേക്കുള്ള യാത്രയിൽ ആമിന ബീവിയുടെ കൂടെ ഉണ്ടായിരുന്ന സഹായി ഉമ്മു ഐമൻ എന്നുള്ള സ്ത്രീയാണ്. രണ്ടാമത്, 2 വയസ്സിന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുലപ്പാൽ നൽകി ഹലീമ ബീവിയാണ് ശരിയായ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് ഡാഷ് മുമ്പ് ഉപ്പ മരിച്ചുപോയി. 7 മാസം മുൻപ്. നാലാമത്തെ ചോദ്യം, ഹാജറ ബീവിയുടെ മകൻ ആരാ? ഇസ്മായിൽ അലിഹിസ്സലാം എന്നാണ് ശരിയായ ഉത്തരം. അഞ്ചാമത്തത്, സൗദി അറേബ്യയിലെ പരിപാവനമായ നഗരമാണ് മക്ക എന്നാണ് അതിൻ്റെ ശരിയായ ഉത്തരം. നാലാമത്തെ ചോദ്യം, പിതാവിൻ്റെ പേര് എഴുതാം, ഉപ്പയുടെ പേര് എഴുതാനാണ്. 1, ആമിന ബിയുടെ ഉപ്പയുടെ പേരെന്താ? വഹബ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പൻ്റെ പേര് അബ്ദുല്ലാ എന്നാണ്. അഞ്ചാമത്തെ ചോദ്യം, ഉത്തരം എഴുതാം. മാഉ സംസം ഉറവയെടുത്തത് എവിടെ നിന്ന്? ഉത്തരം, ഇസ്മായിൽ അലിഹിസ്സലാം കരഞ്ഞു കാലിട്ടടിച്ച സ്ഥലത്ത് ഉറവെടുത്തതാണ് മാഉ സംസം. രണ്ടാമത്തെ ചോദ്യം, ലംറത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഗണിച്ചു എങ്ങനെ? ലംറത്തിന് കൂടി മുലപ്പാൽ വേണമെന്നതുകൊണ്ട് നബി തങ്ങൾ വലത് മുലയിലെ പാൽ മാത്രമാണ് കുടിച്ചത്. ഇതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. മൂന്നാമത്, ആമിന ബീവി മോനെയും കൂട്ടി മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു. ആ യാത്രയുടെ ലക്ഷ്യം എന്തായിരുന്നു? അബ്ദുൽ മുത്തലിബിൻ്റെ അമ്മാവന്മാരടക്കം കുടുംബക്കാരെ സന്ദർശിക്കലായിരുന്നു ആ യാത്രയുടെ ലക്ഷ്യം. നാലാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിച്ച കാലത്ത് മക്കയിൽ ഒരു പതിവുണ്ടായിരുന്നു. എന്താ പതിവ്? മക്കളെ മുലയൂട്ടി വളർത്തുന്ന ഗ്രാമീണ സ്ത്രീകളുടെ അടുത്ത് കുഞ്ഞുങ്ങളെ പോറ്റാനായി ഏൽപ്പിക്കും. അതായിരുന്നു പതിവ്. ആറാമത്തെ ചോദ്യം, പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ചെയ്തത് എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിച്ചപ്പോൾ 1, കുഞ്ഞ് പിറന്ന ഉടനെ ചെയ്തത് എന്താ? കുഞ്ഞ് പിറന്ന ഉടനെ പരിശുദ്ധ കഅബയിലേക്ക് കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു. 7ാമത്തെ ദിവസം എന്താ ചെയ്തത്? അഖീഖ അറുക്കുകയും മുഹമ്മദ് എന്ന് പേരിടുകയും ഖുറൈശികളെ വിളിച്ച് സദ്യ നൽകുകയും ചെയ്തു. ഈ പൂരിപ്പിക്കാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പമാരുടെ പേരാണ് പൂരിപ്പിക്കാനുള്ളത്. എന്താണ്? കിനാനത്തുൻ, ഹുസൈമത്തുൻ വ മുദ്രിക, ഇല്യാസ് സുമ്മ മുളറുൻ. അവിടെ മുളറുൻ കുൻ മുദ്രിക, നിസാറുഹും മഅദ്ദുഹും അദ്നാനു, തർത്തീബുഹും അതാബിഹി തിബിയാനു. ഇത്ര എഴുതിയാൽ 4 മാർക്ക് ഉണ്ടാവും കേട്ടോ. ഇനി 8ാമത്തെ ചോദ്യം, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. അള്ളാഹുവിനെ ആരാധിക്കാൻ സ്ഥാപിക്കപ്പെട്ട ആദ്യ ഭവനം ഏത്? കഅബ ഷരീഫ്, പരിശുദ്ധ കഅബ ഷരീഫാണ്. രണ്ടാമത്തെ, ഏറ്റവും ഉത്തമ സ്വഭാവത്തിന് ഉടമ ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വർഷം ഏത്? AD, ഹിജ്റ വർഷം AD 571 ആണ്. 571. ഇനി 4ാമത്തത്, ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ മക്കളിൽ നിന്ന് തിരഞ്ഞെടുത്തു ആരെ? കിനാനയെയാണ് തിരഞ്ഞെടുത്തത്. ഇസ്മായിലിൻ്റെ മക്കളിൽ നിന്ന് കിനാനയെ തിരഞ്ഞെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോറ്റുമാരി ഹലീമ റളിയല്ലാഹു അൻഹ. ഇത്രയും എഴുതിയാലോ മുഴുവൻ മാർക്ക്